നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്, ന്യൂമറോളജിസ്റ്റ് ആൻഡ് പ്രോണോളജിസ്റ്റ്. നമുക്കിന്ന് ഇന്ത്യയിൽ തന്നെ പ്രമാദമായ ഒരു മലയാളം മൂവി L2 എമ്പുരാൻ എന്ന മൂവിയെക്കുറിച്ച് ന്യൂമറോളജിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. താങ്ക് യു. വീഡിയോസ് എല്ലാവരും കാണുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഈ വീഡിയോസ് എല്ലാം അല്പം ലെങ്തിയാണ്. പല ആൾക്കാർക്കും 2-3 മിനിറ്റിൻ്റെ വീഡിയോസ് കണ്ടാൽ മതി. ഇതങ്ങനെ പറ്റില്ല. ഇത് പഠന ക്ലാസ്സാണ്. ഈ ലെങ്തി വീഡിയോ അതിൻ്റെ പേരിൽ വ്യൂവേഴ്സ് കുറവാണ്. പക്ഷേ ഉള്ളവർ ഇത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഡയറിയിൽ കുറിച്ചിടണം. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെയേറെ മഹത്തായിരിക്കും പല കാര്യങ്ങളും. ഓക്കെ. എമ്പുരാൻ, L2 എമ്പുരാൻ എന്നാണ് മൂവിയുടെ പേര്. L2 ലൂസിഫർ 2 എന്നുള്ളതാണ്. L2 എമ്പുരാനിൽ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 10 ആണ്. 10 വന്നു കഴിഞ്ഞാൽ പൊതുവേ നല്ലതാണ്. സുപ്രസിദ്ധിയാകാം, കുപ്രസിദ്ധിയുമാകാം. ഒന്നല്ലായ്പ്പോഴും സൂര്യഭഗവാനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. ഹെൽപ്പിംഗ് ആണ്. പ്രശസ്തിയിലേക്ക് കുതിക്കുന്ന നമ്പറാണ് 1. പക്ഷേ ന്യൂമറോളജി പ്രകാരം 1 തൊട്ട് 9 അക്കങ്ങളെ ഉള്ളെങ്കിൽ പോലും 10ന് ഒരു മഹത്തരം ആയതാണ്. 10 0. അതിന് വാല്യൂ വേറെ ഒന്ന്. മായ എന്നാണ് അതിന് പറയുക. 1നോടൊപ്പം 10 കൂടി ചേരുമ്പോൾ 10 മടങ്ങായില്ലേ 1ൻ്റെ ശക്തി. അത്രയും ഊർജം വർദ്ധിച്ചു. മോശമായ രീതിയിൽ പോയാൽ കുപ്രസിദ്ധിയാണ്. L2 എമ്പുരാൻ എന്ന സിനിമയിൽ 10 വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ കുപ്രസിദ്ധിയായി വന്നു. പക്ഷെ അതിൻ്റെ കണ്ടൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നെങ്കിൽ വളരെ പ്രശസ്തി കിട്ടുകയും ചെയ്യുമായിരുന്നു. കാരണം 10 അല്ലേ, പൈസയൊക്കെ കോരി കൂട്ടാമായിരുന്നു, എല്ലാവരും ചർച്ചയും ചെയ്യുമായിരുന്നു. അതിവിടെ സാധിച്ചിട്ടില്ല. പിന്നെ നമ്മളിതെല്ലാം നിഷ്പക്ഷമായിട്ടാണ്, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സ്റ്റുഡൻസ് ആരും തന്നെ ഒരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അതൊക്കെ പേഴ്സണലായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വേണ്ട. എല്ലാം നിഷ്പക്ഷമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. L2 എമ്പുരാൻ്റെ വാല്യൂ 37. L 3 ആണ്, 2 2, 3 2 5. ലൂസിഫർ 2ൻ്റെയാണ് L2 വന്നത്. എമ്പുരാൻ 32, ടോട്ടൽ 37. 37 വന്നു കഴിഞ്ഞാൽ വിജയം ഉണ്ടാകും. എല്ലാവരും ഇഷ്ടപ്പെടും. ഭാഗ്യസംഖ്യയാണ്. തുടക്കത്തിലാണ് വിജയം. നിങ്ങളുടെ പേരിൽ 37 വന്നാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ നല്ല വിജയമായിരിക്കും. ആ വിജയിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒന്നും അംഗീകരിക്കത്തില്ല. ഇങ്ങനെയുള്ള ഓക്കൾട്ട് സയൻസിനൊക്കെ പരമപുച്ഛമായിട്ട് വരെയും കണക്ക് കൂട്ടും. പിന്നെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ എന്താ ആവശ്യം, ജോലി ചെയ്ത് ജീവിക്കുക, ഞാൻ ഭാഗ്യവാനാണെന്നൊക്കെ വീമ്പിളക്കും. പക്ഷേ അടുത്ത കുറച്ച് നാൾ കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. 37 വരുന്നവർ സൂക്ഷിച്ചോളണം. തുടക്കത്തിലെയുള്ള വിജയമാണ്, സ്ഥായിയായ വിജയമായിരിക്കില്ല. കാരണം 3 കഴിഞ്ഞാൽ 7 വരുന്നത്. 7 ഭയങ്കര ബുദ്ധിമുട്ടുള്ള നമ്പറാണ്. പിന്നോട്ടെടുക്കും, പിന്നോട്ടടിക്കും. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് 7ൻ്റെ 8ൻ്റെ അല്ലാതെ വേറെ നമ്പേഴ്സൊന്നുമില്ലേ വീഡിയോ ചെയ്യാൻ. എല്ലാ നമ്പേഴ്സും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. ഒരു കണ്ടൻറ്റ് വരുമ്പോൾ പല പല നമ്പേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എടുത്തു വരുമ്പോൾ എന്താണെന്നറിയില്ല, 7ൻ്റെ സ്വാധീനമാണ് വരുന്നത്. ഞാനായിട്ട് സൃഷ്ടിക്കുന്നതല്ല. ഇപ്പം ഇന്ത്യയിലെ തന്നെ ആഭ്യന്തര വകുപ്പ് പോലും കൈകാര്യം ചെയ്യുന്ന, ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എമ്പുരാൻ. എമ്പുരാനകത്ത് 7 കയറി. അപ്പോൾ അത് മാറ്റാൻ പറ്റും. കാരണം 7കാർ എന്തെങ്കിലും പണി ഒപ്പിക്കും, എവിടെയെങ്കിലും ഒപ്പിച്ച് വെക്കും. നിങ്ങൾ ദയവായിട്ട് ചിന്തിക്കരുത് ഇത്രയും നാളായിട്ടൊരു കുഴപ്പമില്ലെന്ന്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയായിട്ട്, ഒരു ഫാമിലി, ഒരു സ്ത്രീയുമായിട്ട് ചർച്ച ചെയ്തു. ഓൺലൈനിലാണ് കേട്ടോ. അവർ പോലും അറിഞ്ഞില്ല അവരുടെ പേരിൽ 7 ഉണ്ടെന്ന്. എല്ലാം തൊട്ടതും പിടിച്ചെല്ലാം 7 വളരെ ട്രാജഡിയാണ് അവരുടെ ജീവിതം. വളരെയേറെ പരിതാപകരമായ അവസ്ഥ. വീഡിയോ കണ്ടുകൊണ്ടാണ് പുള്ളിക്കാരത്തി നമ്മളെ സമീപിച്ചത്. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലെ 7ൻ്റെ സാന്നിധ്യത്തെപ്പറ്റി അറിയില്ലായിരുന്നു. ഇപ്പോൾ മനസ്സിലായി. ഇതുപോലെ ഇഷ്ടം പോലെ കേസുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ 37 ആകുമ്പോൾ 7ൻ്റെ സാന്നിധ്യം വന്നതിൻ്റെ പേരിൽ ആ സിനിമയെ പുറകോട്ട് കൊണ്ടുപോയി. അക്ഷരങ്ങളുടെ എണ്ണമായ 10ഉം വാല്യൂവായ 37 കൂടി ചേർന്നപ്പോൾ 37 10 47. നല്ല പേരും അന്തസ്സും എല്ലാം പോവും, നഷ്ടമാകും. 47. 4 രാഹുവാണ്, ബുദ്ധിമാനാണ്. 4നോടൊപ്പം ചേർന്നത് ഏതാണ്? 7. കേതു. കേതുവും കൂടി സംഗമിച്ചിരിക്കുന്നു. ഉള്ളതെല്ലാം അത് എപ്പടി കൊണ്ടുപോകും. 47.
അങ്ങനെ നിങ്ങളുടെ പേരിൽ 47 ഉണ്ടെങ്കിൽ ദയവായി അതൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് അറിയാതെ ചതി കിട്ടും. അറിഞ്ഞോ അറിയാതെയോ ഈ സിനിമയിൽ ചതിയെ കാണിക്കുന്നുണ്ട്. ചതി പറയാന്ന് വെച്ചാൽ സിനിമ കാണാത്തവർക്ക് പോലും അറിയാമല്ലോ, മോഹൻലാലിനെ ചതിച്ചു എന്നുള്ളൊരു വിമർശനമാണ് ഇപ്പം വരുന്നത്. അത് ന്യായീകരിച്ചുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ ഓരോരുത്തരും വരുന്നുണ്ട്. അതൊക്കെ ആയിക്കോട്ടെ, നമ്മൾ തികച്ചും അവരെ ആരെയും പേഴ്സണലായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല. 47 വന്നതിൻ്റെ പേരിൽ മോഹൻലാൽ എന്ന 40 വർഷത്തോളം മലയാളികളുടെ എന്നല്ല ഏകദേശം ഇന്ത്യക്കാരുടെ ഇടയിൽ പോലും കയറിപ്പറ്റിയ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന് ആരാധകർ പോലും ഇപ്പോൾ അദ്ദേഹത്തെ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാഷ്ട്രീയ ചൊവ്വയുണ്ട്, ദേശീയതയുണ്ട്. ദേശത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് കൂടിയിട്ടാണല്ലോ അദ്ദേഹം. മിലിറ്ററിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ റാങ്ക് കൊടുത്തില്ലേ? അതെല്ലാം ദേശീയത ഉള്ളിൽ തട്ടിയ ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് പോകുന്നത്. കാരണം ചതിയിൽ പെടും, അറിഞ്ഞോ അറിയാതെയോ. മോഹൻലാൽ ചതിയിൽപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കാരണം എന്നാൽ മോഹൻലാൽ മാത്രമാണോ? മറ്റുള്ള ആൾക്കാരില്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. വേറെ ആരുമല്ല. മോഹൻലാലിലെ ലൂസിഫർ 2 അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ന്യൂമറോളജി പ്രകാരം നോക്കുമ്പോൾ ചതിയിൽപ്പെട്ടത് തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിനൊക്കെ ഒരു ഇമേജ് ഉണ്ടല്ലോ, സൊസൈറ്റിയിൽ ഉയർന്ന വ്യക്തിയല്ലേ, തികച്ച് ഈ സാധാരണക്കാരെ പോലെ ഫൽസിച്ച് പറയത്തില്ല, മോശമൊന്നും പറയത്തില്ല, അമിതമായ ന്യായീകരണത്തിനൊന്നും അദ്ദേഹമൊന്നും പോകില്ല. അതൊക്കെ അവരുടേതായ റോയൽറ്റിയാണ്. ഈ റോയൽറ്റി ഇല്ലാത്തവരാണ് കണ്ടമാനം ഇങ്ങനെ വലിച്ചു വാരി ചില വിമർശനത്തിന് വിധേയമാകുകയും ന്യായീകരിക്കാനും പോകുന്നത്. 47 അങ്ങനെ പലരുടെയും വെറുപ്പിനൽപ്പം അദ്ദേഹം കഥാപാത്രമായി. കാരണം ദേശീയതയെ അദ്ദേഹം വെറുപ്പിച്ചു. അദ്ദേഹം സൃഷ്ടിച്ച കഥയല്ല. അപ്പോൾ നമ്മൾ പേരിൽ 10 ഉണ്ടെങ്കിൽ നല്ലതാണ്. പല ആൾക്കാരും 10ലേക്ക് കയറാറുണ്ട്. അതിൽ 37 വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകുന്നതെങ്കിൽ പോലും തുടക്കത്തിലെ വിജയമേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ കൂട്ടി വന്നപ്പോൾ 47 വന്നു. അതുകൊണ്ടാണ് ഈ ദുരിതം ഉണ്ടായത്. ഇതൊരു ന്യൂമറോളജിസ്റ്റിനെ കണ്ടല്ല 47 എന്നുള്ള ഫിഗർ അങ്ങ് മാറ്റുമായിരുന്നു. രാഹുവും കേതുവും വന്നു കഴിഞ്ഞാലും മനസ്സിലെപ്പോഴും ഭയം ഉണ്ടാകും. രാഹുവും കേതുവും രണ്ടും ഇരുളടഞ്ഞ പ്ലാനറ്റ്സാണ്, മായാഗ്രഹങ്ങളാണ്, റിയലായിട്ടുള്ളതല്ല. എന്നാൽ പോലും അതിൻ്റെ സാന്നിധ്യം വന്നാൽ ഭയം ഉണ്ടാകും. ഇപ്പോഴതിൻ്റെ ഡയറക്ടറായ പൃഥ്വിരാജിന് ഭയമുണ്ടല്ലോ. കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പാണ് രാജ്യദ്രോഹം എന്ന പേരിൽ കൺസിഡർ ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പഴയ കാലങ്ങളെല്ലാം ചരിത്രം എല്ലാം വിളമ്പിയെടുക്കും, അവരെടുത്തിരിക്കും. കേവലം കുറച്ച് ക്യാഷ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല അതിനകത്ത്. പൃഥ്വിരാജിനെ പോലൊരു വ്യക്തിക്ക് സാമ്പത്തികത്തിൻ്റെ അല്ല വിഷയം. അദ്ദേഹം മറ്റുള്ള എന്തോ പർപ്പസ്ഫുള്ളി ചെയ്തു. കാരണം രാഹുവും കേതുവും ഈ പണിയൊക്കെ ഒപ്പിക്കും. രാഹു കുറച്ച് മയത്തിലാണ് തന്നെ, പുറമേയുള്ള ഒച്ചയും ബഹളമുള്ളെങ്കിൽ തന്നെ കേതു ഇങ്ങനത്തെ പണി ഒപ്പിക്കും. കേതുവാണ് അദ്ദേഹത്തെ ഈ രീതിയിൽ രാജ്യദ്രോഹപരമായ രീതിയിൽ സിനിമ ഇറക്കി എന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ് പബ്ലിക്കിൽ നിന്ന് വന്നത്. അതാണ് നമ്മുടെ ക്ലാസ്സിലല്ല കേട്ടോ, നമ്മൾ ന്യൂമറോളജി പ്രകാരമല്ല, അതിൻ്റെ റീസൺ അതാണ്. 7 അതുകൊണ്ട് വന്നാൽ നമ്മളെപ്പോഴും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളുടെ പേരിലും പലരും ഇങ്ങനെ വാചകടിക്കാറുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല എന്ന്. പക്ഷേ എപ്പോഴാണ് വരുന്നറിയില്ല. ഇത്രയും വർഷമായിട്ട് ഇപ്പോഴാണ് പൃഥ്വിരാജിന് ഈ ദൂഷ്യം ഉണ്ടായെന്ന് വിചാരിച്ചോളൂ. പക്ഷേ ഇതിന് മുൻപായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വ്യാപകമായ രീതിയിൽ, ശക്തിയേറിയ രീതിയിൽ ആദ്യമായിട്ടാണ് ഒരു ക്രിറ്റിസിസം വരുന്നത്. നമ്മൾ സിനിമയെപ്പറ്റി L2 എമ്പുരാൻ എന്ന് പറയാറില്ല, എമ്പുരാൻ എന്നേ പറയുള്ളൂ. എമ്പുരാൻ്റെ ലെറ്റേഴ്സ് എത്രയാണ്? 8 ആണ്. 8 എപ്പോഴും മരണം എന്ന് പറയാമല്ലോ. അദൂഷ്യം ചെയ്യുന്നതാണ്, അപകടമാണ്. അല്പം അഹംഭാവം ഉണ്ടാകും എട്ടുകാർക്ക്. 8ൽ ജനിച്ചവർക്കുണ്ടാകും. അഹംഭാവം ഉണ്ടാകാൻ കാരണം അവരിൽ ഒരുതരം ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ബാധിക്കും. കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ ഏതെങ്കിലും അനുഭവത്തിലൂടെയോ വരും. ആ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതിൻ്റെ പേരിൽ അവർക്ക്, അതായത് അപകർഷതാബോധം, ഇവരെ തിരിച്ചറിയുന്നില്ലല്ലോ മറ്റുള്ളവർ എന്നതാണ് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത. അവർക്ക് പുറമേ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ കൂടുതലായി കഴിയുമ്പോൾ അവരിൽ റിയാക്ട് ചെയ്യാനുള്ള പ്രകൃതി സഹജമായൊരു വാസന ഉണ്ടാകും. അതിനെ അഹങ്കാരമായിട്ട് സമൂഹം കണക്ക് കൂട്ടും. അത് 8 ഇവിടെ വന്നിട്ടുണ്ട് എമ്പുരാനകത്ത്. അതിൻ്റെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇതുവരെയായിട്ടും വന്നിട്ടില്ലല്ലോ രംഗത്തേക്ക്, പ്രത്യേകിച്ച് വന്നിട്ടില്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിന് ഒറ്റ വാക്ക് എന്ന് പറഞ്ഞാൽ പോരായിരുന്നു, വിഷയങ്ങളെല്ലാം ഒതുക്കി തീരുമായിരുന്നു. ഇനി 8 വന്നാൽ ശനിയുടെ ആധിക്യം വന്നതിൻ്റെ പേരിലും മറ്റുള്ളവരുടെ
ആ നിങ്ങളിൽ എട്ടൊക്കെ ഉണ്ടല്ലോ, 8 നല്ല സ്പിരിച്വൽ നമ്പറാണ്, 8 7. മറ്റുള്ളവരുടെ തീരുമാനത്തിന് കൊടുക്കാതെ യു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ. ദാറ്റ്സ് എ പ്രോപ്പർ വേ. മറ്റുള്ളവരോട് ചർച്ച ചെയ്യുമ്പോൾ അവർ നമ്മളെ ചതിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ അച്ഛനായിരിക്കും, അമ്മയായിരിക്കും, നിങ്ങളുടെ സ്വന്തം സഹോദരനായിരിക്കും, സഹോദരിയായിരിക്കും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ജന്മമാണ് ഈ പറഞ്ഞിരിക്കുന്നത് 8 17 26. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ തെറ്റിദ്ധാരണ വന്നാൽ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെടും, മോശക്കാരനായി തീരും, ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടി വരും. ഇപ്പോൾ കേന്ദ്രം ഈ പൃഥ്വിരാജ് എന്ന വ്യക്തിയുടെ ശത്രുവായി തീർന്നല്ലോ, അല്ലെങ്കിൽ അവരുടെ ശത്രുവായി തീർന്നല്ലോ. കാമാൻ്റെ കോയറ്റായിട്ട് നിശബ്ദമായി പോയ അന്തരീക്ഷത്തിൽ ഇദ്ദേഹം കൊണ്ടൊരു വിഷവിത്ത് ഇട്ടു എന്നുള്ളതല്ലേ പരാതി വന്നിരിക്കുന്നത്. അത് 8ൻ്റെ പ്രത്യേകതയാണ്. പേരിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ എത്രയാണ്? 32. പൊതുജനങ്ങളുടെ സ്നേഹവും ആദരവും ഒക്കെ എപ്പോഴും ലഭിക്കും. നല്ല ഒരു നമ്പർ തന്നെയാണ്. പക്ഷേ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അത്ര കണ്ട് വലിയ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റത്തില്ല. നല്ല യോഗം ഉണ്ടെങ്കിലും ഇവർക്ക് മന്ത്രിയാകാൻ പറ്റത്തില്ല. മന്ത്രിയുടെ താഴെ PA ആകും. അതാണ് 32. 3ഉം 2ഉം കൂടി ചേരുന്നതാണ്. 3 കഴിഞ്ഞിട്ടില്ലേ 2 വന്ന 32. എന്നാൽ ഗുരുചന്ദ്രയോഗമുണ്ട്. ഇതും ഗുരുവും ചന്ദ്രനുമാണ്. ഗുരുവായ 3ഉം 2ആയ ചന്ദ്രനെ 2 എന്ന് പറയും. അപ്പോൾ ഗുരുചന്ദ്രയോഗം എന്നാണ് പറയേണ്ടത്. പക്ഷേ ന്യൂമറോളജിയിൽ അങ്ങനെയല്ല ഇതിന് പറയുന്നത്. ഗുരുചന്ദ്രയോഗത്തെ പറ്റി പറയുന്നത് 23 23. അതിനകത്ത് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് 23. 2ൽ നിന്ന് 3ലേക്ക് ഉയരുകയാണ്. അതാണ് ഗുരുചന്ദ്രയോഗത്തിൽ പേരിടാൻ പറയുന്നത്. 32 കുഴപ്പമില്ല, പക്ഷേ സൂപ്പർ ക്ലാസ്സായിട്ട് വരത്തില്ല. എൻ്റെ പഴയ പേര് SB അജിത് കുമാർ എന്നായിരുന്നു. AJTHKUMAR SB. അത് 32 അനുഭവം വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. അത്യാവശ്യം പല കാര്യങ്ങളും നേടാൻ പറ്റുമെങ്കിൽ തൊട്ടടുത്ത് വന്ന് താഴെ നിൽക്കത്തേ ഉള്ളൂ. പിന്നീടാണ് അയ്മനോ അജിത്ത് എന്ന രീതിയിൽ 33ലേക്ക് കയറിയത്. മഹാലക്ഷ്മിയുടെ നമ്പറാണ്. എല്ലാവർക്കും 33 പറ്റത്തില്ല. പക്ഷെ 33 വളരെ വളരെ ലക്കി നമ്പറാണ്. എല്ലാവർക്കും പറ്റില്ല കേട്ടോ. അതായത് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു A കൂടി ആഡ് ചെയ്തിട്ട് 33 ആക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തൊക്കെ നോക്കണം. അതുകൊണ്ട് ഇത് ബിസിനസ്സിന് പറ്റിയ നമ്പരുമല്ല. സ്വന്തം കഴിയോടെ മറ്റുള്ളവർക്ക് പണയം വയ്ക്കും. ഞാൻ 32 ആയിരുന്ന സമയത്ത് എൻ്റേതായ പല കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് അവരുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കുകയും എനിക്ക് പിന്നീട് ഒരു നിരാശാബോധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ബാല്യകാലങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത്. പക്ഷെ അന്ന് 32 32ഉം അക്ഷരങ്ങളുടെ എണ്ണമായി 8ഉം കൂടി ചേരുമ്പോൾ എത്രയായി? 40. നല്ലവനെന്ന പേര് ഒരിക്കലും കിട്ടത്തില്ല 40. രാഹുലേ 4 കഴിഞ്ഞിട്ട് 0 0 എത്ര മടങ്ങാണ് 4ൻ്റെ? നല്ലവനെന്ന പേര് കിട്ടത്തില്ല. ഇവർക്ക് ധാർഷ്ട്യം കൂടും. അത് ഈ എമ്പുരാൻ എന്ന സിനിമയിൽ ഇപ്പം അത്രയും റിസൾട്ട് വന്നു. ഈ സിനിമയുടെ ഡയറക്ടർ ആരാണ്? പൃഥ്വിരാജ്. പ്രത്യേക കാര്യം ആരും പഠിപ്പിക്കുകയല്ല, പക്ഷേ ഇത് ഒരു പഠന ക്ലാസ്സാണ്. പല ആൾക്കാരും പൃഥ്വിരാജ് എന്ന് പറയും. എളുപ്പം പൃഥ്വിയല്ല, പൃഥ്വിരാജ്. PRITHVI പൃഥ്വിരാജ് എന്നാണ്. പൃഥ്വിരാജ് സുകുമാരൻ്റെ പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 19. പൃഥ്വിരാജിന് 10ഉം സുകുമാരന് 9ഉമാണ്. 19 സൂപ്പർ. രാജകുമാരനാണ്, അങ്ങേറ്റം തിളങ്ങാം. 23 വയസ്സായപ്പോൾ സിനിമയിൽ വന്നു. അന്ന് തൊട്ടേ അദ്ദേഹത്തിന് സിനിമയൊന്നും തികച്ചും ഫ്ലോപ്പായിട്ടില്ല, കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ അഭിനയശേഷി. ഒട്ടുമിക്ക സിനിമയും ഞാൻ കണ്ടിട്ടുമുണ്ട്, നല്ലതുമാണ്, എനിക്കിഷ്ടമാണ്. ഇപ്പോഴത്തെ തലമുറയിലൊരു ആക്ഷൻ ഹീറോ തന്നെയാണ്. ത്രില്ലർ സിനിമയിലൊക്കെ അദ്ദേഹം വളരെ സ്യൂട്ടബിളാണ്. അതാ 19ൻ്റെ സ്വാധീനമാണ് പേരിലെ അക്ഷരങ്ങളുടെ എണ്ണം. നിങ്ങളുടെ പേരിൽ 19 വന്നാൽ ഏറ്റവും നല്ലതായിരിക്കും. 19. എന്നാൽ 20 വന്നാൽ പോരാ കേട്ടോ, അത് അല്പം ദൂഷ്യം ചെയ്യുന്നത്. 20 എന്ന് വെച്ചാൽ 2ൻ്റെ ഇതല്ലേ. 2 എപ്പോഴും ഈ മനസ്സിനെ കാണിക്കുന്ന, ചന്ദ്രനെ കാണിക്കുക, അല്പം ഡൗൺ ആയിപ്പോവും. പ്രസരിപ്പാണ് 19ൻ്റെ. ഈ പൃഥ്വിരാജ് സുകുമാരൻ്റെ പേരിൻ്റെ വാല്യൂ, പൃഥ്വിരാജിന് 31 വാല്യൂ. നമ്മളെപ്പോഴും അങ്ങനെ പറയുള്ളൂ. അദ്ദേഹം അല്പം ധാർഷ്ട്യത്തോടു കൂടിയാണ് എപ്പോഴും ഇൻ്റർവ്യൂ ഒക്കെ പറയുന്നത്. നമ്മളാരും ഇൻസൾട്ട് ചെയ്യുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം ഉള്ളിൽ 31 കിടക്കുകയാണ്, രാഹു കിടക്കുകയാണ്. രാഹുക്കാർക്ക് അല്പം 4, 13, 31, 22 അല്പം ധിക്കാരപരമായിട്ട് അവർ പെരുമാറുകയുള്ളൂ. കാരണം അവർക്ക് നോളജബിൾ പേഴ്സൺസാണ് അവർ, അവരുടേതായ മേഖലയിൽ. അതിൻ്റെ പേരിൽ അല്പം അവർ ഷോയൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് അല്പം ധാർഷ്ട്യം കാണിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഇൻ്റർവ്യൂവിൽ എപ്പോഴും അല്പം ധാർഷ്ട്യത്തോടു കൂടിയേ പെരുമാറുന്നുള്ളൂ. 31. സുകുമാരൻ്റെ വാല്യൂ എത്രയാണ്? 30. ടോട്ടൽ 61. അവിടെ അദ്ദേഹത്തെ കൊണ്ട് കുഴിയിൽ ചാടിച്ചു. 61. 6 1 7. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഞാൻ 7ൻ്റെ പിന്നാലെ പോകുന്നതല്ല. എന്തെങ്കിലും സംഭവം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ അന്വേഷിച്ച് പോകുമ്പോൾ കാണാം 61 അല്ലെങ്കിൽ 7. പല ആൾക്കാരും എപ്പോഴും പറയാറുണ്ട് വേറെ ഏതെങ്കിലും നമ്പറെ പറ്റി ചെയ്യാം. നിങ്ങൾ പറ, നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് നമുക്ക് ചെയ്യാം, ഏത് സബ്ജക്റ്റും ചെയ്യാം. 7നെയോ 8നെയോ ഇടിച്ച് താത്താൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ആ സ്പെഷ്യാലിറ്റീസാണ്, അതിൻ്റെ അപകടമാണ്. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഒരിക്കലും ആ ലക്ഷദ്വീപിനെ പറ്റി സേവ് ലക്ഷദ്വീപ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. എത്ര വിമർശനത്തിന് വിധേയമായി, എത്രയോ പേരുടെ ദേഷ്യത്തിന് കഥാപാത്രമായി. ഈ 61 കൊണ്ടുപോയി ഇങ്ങനത്തെയൊക്കെ പണി ഒപ്പിക്കും. അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ്, പബ്ലിക്കിൻ്റേതായ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണ്, വ്യക്തിപരമായിട്ടുള്ളതല്ല. അദ്ദേഹം അത് വേണമെങ്കിൽ ഇലക്ഷന് വോട്ടിനൊക്കെ ചെയ്യട്ടെ. പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും കൂടിയിട്ടാണ് ഈ രീതിയിലാക്കിയത്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി എങ്ങനെയൊക്കെ ആക്കുന്നത്. ഇത് മനഃപൂർവ്വമല്ല, അദ്ദേഹത്തെ ചെയ്യിപ്പിക്കും അത്. 61. ഈ 61 അക്ഷരങ്ങളുടെ എണ്ണമായി 9 കൂടി ചേരുമ്പോഴെത്രയായി? 80. പിന്നെ 61ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിങ്ങളുടെ പേരിൽ 61 ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്തിനെ എപ്പോഴും ഗവൺമെൻറ് മോണിറ്റർ ചെയ്യും, തടയുകയും ചെയ്യും. ഇദ്ദേഹം വേറെ ലെവലിൽ. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ലോണിന് വേണ്ടി ചെന്നു വയ്ക്കുക, നിങ്ങളുടെ പേരിൽ 61 ഉണ്ടെങ്കിൽ, പേരിൽ മാത്രമല്ല പേരിൻ്റെ ടോട്ടൽ വാല്യൂസ് കുടുംബപ്പേര് ഉൾപ്പെടെ ആയാലും മതി, 61 ഉണ്ടെങ്കിൽ ബാങ്കുകാർ ലോൺ തരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും ചെയ്യും. നിങ്ങളാണ് കയറി ഇറങ്ങി നടക്കുന്നത്. എന്നാൽ ചില ആൾക്കാർ കാണത്തില്ലേ, ലോൺ എടുക്കാൻ ചെന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വിതിൻ നോ ടൈം, അധികം സമയം എടുക്കുക അതിനെ ലോൺ പാസ്സാക്കും. പക്ഷേ ചില ആൾക്കാർക്ക് 1 വർഷമായാലും കൊടുക്കത്തില്ല, 2 വർഷമായാലും കൊടുക്കത്തില്ല. ടി വിയിലൊക്കെ ഇടയ്ക്ക് കാണാമല്ലോ, പഞ്ചായത്ത് ഓഫീസിൽ എനിക്ക് ആ ലോണിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായിട്ട് കയറി ഇറങ്ങി നടന്നു. അവരുടെ പേര് അന്വേഷിച്ചാലറിയാം, ശ്രദ്ധിച്ചാലറിയാം 7ൻ്റെ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് 61 എന്ന ആ ദീർഘമായ പേരുണ്ടാകും. ഗവൺമെൻറ് എപ്പോഴും അവരെ ബ്ലോക്കാക്കും. എല്ലാ ലെവലിലും സംഘർഷമാണ്. ഇവരിപ്പോൾ കൂടുതൽ അറിവിലേക്കൊക്കെ മാറും. അറിവിലേക്ക് മാറിയാൽ തന്നെ അത് പിന്നീട് പശ്ചാത്താപത്തിലേക്ക് കലാശിക്കും. 61. 2. ഇനി 80. അക്ഷരങ്ങളുടെ എണ്ണം എല്ലാം കൂടി എടുക്കുമ്പോൾ 80 അല്ലേ? 80. 19. 19 61 കൂടി ചേർന്നപ്പോൾ 61. അതെ, 80 എപ്പോഴും അസുഖങ്ങളെ ബാധിക്കുകയാണ്, അപകടങ്ങളെ ബാധിക്കും. സ്പിരിച്വൽ നമ്പറാണ്. മിസ്റ്റിക് നമ്പർ. ഇദ്ദേഹമാണ് മലയാള സിനിമയിൽ ഇലുമിനാറ്റി എന്ന ഒരു പദം കൊണ്ടുവന്നത്. ഇദ്ദേഹം മുഖാന്തരം എസ്ര എന്നുള്ള ഒരു ത്രില്ലർ മൂവി ഉണ്ടായിരുന്നു, ഹൊറർ. അന്ന് വിമർശകർ പറഞ്ഞു ഇതൊരു ഇലുമിനാറ്റിയാണ്. ഇലുമിനാറ്റി എന്നുള്ള വാക്ക് നിന്ന് എല്ലാവർക്കും അറിയില്ല, അതൊന്നും നമുക്കിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഒരു നിഗൂഢത എന്ന് മാത്രം സാധാരണ പ്രേക്ഷകരായ നിങ്ങൾ സാധാരണക്കാരാണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ മതി. ഇലുമിനാറ്റി. ലൂസിഫർ വന്നപ്പോഴും പറഞ്ഞിരുന്നു ഇലുമിനാറ്റിയാണെന്ന്. ആ 666 ഇല്ലേ, മോഹൻലാലിൻ്റെ വണ്ടിയുടെ നമ്പരൊക്കെ 666 എല്ലാവർക്കും ഭയമാണ്. എന്തുകൊണ്ട് ആ നമ്പർ തന്നെ അവിടെ കൊടുത്തു? അത് ഇലുമിനാറ്റി മൂവി ആയതിൻ്റെ പേരിലാണ്. ഇപ്പോൾ ഈ സിനിമയെ ഇലുമിനാറ്റി എന്ന് പറയുന്നു. അത് 80 വരുമ്പോൾ എപ്പോഴും ഇലുമിനാറ്റിയായിട്ട് ബന്ധമുണ്ട്. ആദം ജോൺ, അതൊക്കെ ഇലുമിനാറ്റിയുടെ ഒരു ഇതാണ്, സസ്പെൻസ് ത്രില്ലർ മൂവി. ഇലുമിനാറ്റിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ നിസ്സാരമായിട്ട് പറയാം. ഞാൻ ഈ വാസ്തു കൺസൾട്ടൻറ്റ് കൂടിയിട്ടാണല്ലോ. ഈ രീതിയിൽ ഒരു നെഗറ്റീവ്, ഇതിൻ്റെ പേരാണ് നെഗറ്റീവായി. നമ്മൾ വീടിൻ്റെ പടിക്കലായിട്ട് ഇത് തൂക്കിയിടാറുണ്ട്. ഇത് വളരെ നെഗറ്റീവായി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഇത് മോശമായ അവസ്ഥ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലായിടത്തും ഉള്ളതാണ്, കോമൺ ആയിട്ടുള്ളതാണ്, അത്ര വലിയ വിലയൊന്നുമില്ല. പക്ഷേ ഇതിലും നല്ലത് ഇലുമിനാറ്റിയുടെ രീതിയിലുള്ള മറ്റൊന്നാണ്. ഈ വിലയിൽ ഇത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ ആ കട്ടലയിൽ തൂക്കിയിടുന്നത് നല്ലതായിരിക്കും. ഇത് നെഗറ്റീവായി വരാതിരിക്കാനാണ്.
ഇത് കണ്ടാൽ ആൾക്കാർക്ക് അറിയത്തില്ല. പക്ഷേ ഇതല്ല ഇലുമിനാറ്റി. ഇലുമിനാറ്റിയുടെ ഈവിലൈയാണ് ഇത്. കണ്ടില്ലേ, ഒരു ട്രയാങ്കിളുടെ നടുക്ക് നിൽക്കുന്നത് കണ്ണ്, ട്രയാങ്കിൾ. ഇങ്ങനെയുള്ള നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ പടിക്കലായിട്ട് വെച്ചാൽ നല്ലതാണ്. വളരെ ശക്തിയേറിയതാണ്. ഇതിനെപ്പറ്റിയൊക്കെ പറയാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഉണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. ഇതിൻ്റെ വലുത് പല മോഡലുണ്ട്. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ കുടുംബത്തിലേക്ക് സ്നേഹത്തിൻ്റെ പേരിൽ ഹായ് 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 പറയാൻ വരുന്ന ആൾക്കാരിൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് ഫീലിംഗ് അവിടെ കുടഞ്ഞിട്ടിട്ട് പോവുകയാണെങ്കിൽ, അങ്ങനത്തെ ശ്രമം ഉണ്ടെങ്കിൽ ഇത് വളരെയേറെ ഇതുണ്ടോ, ഇതിൻ്റെ ആ ഡെപ്ത്നെസ് കണ്ടോ, ആ കണ്ണിൻ്റെ അഭാവമൊക്കെ അകത്തൊക്കെ ഇവിടേക്ക് ഓരോരോ സിംബോളിക്കായിട്ടുണ്ടോ, ഓരോന്നും ഉണ്ട്. ഇതെല്ലാം ഇതിനൊക്കെ ഓരോ അർത്ഥമുണ്ട്. ഇതിനൊക്കെ അതെനിക്കറിയാം, അതൊന്നും ഇപ്പം മീഡിയയിൽ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കഴിവതും ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇലുമിനാറ്റിയുടെ ഈ ഈവിലൈ, ഇതിനെ പേര് ഈവിലൈ എന്നാണ് പറയുന്നത്, അവരെ മേടിച്ച് വച്ചാൽ നന്നായിരിക്കും. കാരണം ഈ സിനിമ ഇലുമിനാറ്റി അതിൻ്റെ പേരിൽ, അതിനോടൊപ്പം തന്നെ ന്യൂമറോളജിയും പ്രോണോളജിയും മാത്രം പറഞ്ഞാൽ പോരല്ലോ. നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പരിഹാരങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞു തരണ്ടേ, അതിനുവേണ്ടി പറഞ്ഞു തന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് പറഞ്ഞല്ലോ, ന്യൂസ് ചാനലല്ല. ഈ എമ്പുരാൻ എന്ന സിനിമയിലെ L2 ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ കുറച്ച് ഒതുങ്ങി കിട്ടിയാണ്, കുറച്ച് കട്ടി. ഇദ്ദേഹം ഈ സിനിമ റിലീസ് ചെയ്തത് 27/3/2025 സിനിമയുടെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. 27/3/2025 അന്ന് നെഗറ്റീവ് ഡേ ആയിരുന്നു അദ്ദേഹത്തിന്. പൃഥ്വിരാജ് സുകുമാരൻ്റെ നെഗറ്റീവ് ഡേയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത്. കഴിഞ്ഞ 6 വർഷത്തെ ഫലമാണ് ആ നെഗറ്റീവ് ഡേയിൽ കൊണ്ട് ഇട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും സിനിമ ഇങ്ങനെ വിമർശനത്തിന് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഇത്രയും വർഷമായിട്ട് ഒരു സിനിമാ ഭ്രമം വളരെയേറെ കൂടിയ ആളായിരുന്നു. അപ്പോൾ പിന്നെ സമയം കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ കാണുന്നില്ല. കഴിഞ്ഞ മാർക്കോ കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും സിനിമ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് നിരീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹത്തിൻ്റെ നെഗറ്റീവ് ഡേയിലാണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഡേയിൽ ചെയ്യരുത്. എൻ്റെ അടുത്ത് എത്രയോ പേര് ആവശ്യപ്പെടാറുണ്ട്, ഞാൻ നെഗറ്റീവ് ഡേ അയച്ചു കൊടുക്കാറുണ്ട്. നിങ്ങളുടെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടാക്കിക്കൂടെ നെഗറ്റീവ് ഡേയിൽ? 1ാം ക്ലാസ്സിലായിക്കോട്ടെ. ആ കുട്ടി അത്ര പൂർണ്ണമായിട്ട് പഠിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് വേണ്ട മറ്റൊന്ന് ചിന്തിക്കാം, പഠിക്കേണ്ട പിള്ളേർ പഠിക്കുമല്ലോ എന്ന്. പക്ഷേ പഠിക്കാൻ യോഗമില്ലാത്ത പിള്ളേരെ കൊണ്ട് ഈ നെഗറ്റീവ് ഡേയിൽ കൊണ്ടാകുള്ളൂ. ഇതൊക്കെയാണ് ഒരു വിധി എന്ന് പറയുന്നത്. നിങ്ങളൊരു വാഹനം മേടിക്കാൻ പോയി, നെഗറ്റീവ് ഡേയിൽ പോയി കഴിഞ്ഞാൽ വാഹനം അധികം നാൾ ഉപയോഗിക്കേണ്ടി വരില്ല പല കാര്യത്തിനും. അപ്പം ഇദ്ദേഹം നെഗറ്റീവ് ഡേയിലാണ് ആ സിനിമ റിലീസ് ചെയ്തത്. 27/3/2015. ഇതിന് മറ്റൊരു കാര്യമുണ്ട്, ലൂസിഫർ. ഇതിൻ്റെ ആദ്യ പാർട്ട് ലൂസിഫർ, അത് റിലീസ് ചെയ്തത് 2019 മാർച്ച് മാസം 28 2019 മാർച്ച് 28. ടോട്ടൽ കൂട്ടുമ്പോഴെത്രയാണ്? അവിടെ 25 വന്നിരിക്കുന്നത്. അവിടെ 7 സ്വാധീനം വന്നിട്ടുണ്ട്, 7 സാന്നിധ്യം അന്നേ കുറിച്ചു. ഈ 7 നിങ്ങൾ പോയാൽ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുമെന്ന് കേതു എന്ന പ്ലാനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 6 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ 2019. 7 എവിടെയെങ്കിലും കൊണ്ട് തിളച്ചിടും. ഇതിൽ കൂടുതൽ തെളിവ് വേണോ? നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. 7 ഒന്നും ഇടിച്ചു താഴ്ത്താനല്ല ഈ പറയുന്നത്, അനുഭവമാണ്. നിങ്ങളുടെ ഓരോ കുടുംബത്തിൽ നോക്കുക, 7 ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഇദ്ദേഹം ജനിച്ച ഡേറ്റ്, പൃഥ്വിരാജ് സുകുമാരൻ ജനിച്ച ഡേറ്റ് 16-ാം തീയതിയാണ്, 16/10/1982. അവിടെ ജന്മം കൊണ്ട് തന്നെ 16-ലാക്കി വെച്ചിട്ടുണ്ട് 7. ഇനി ഇദ്ദേഹം വിവാഹം കഴിച്ചതോ? സുപ്രിയ മേനോനെ വിവാഹം കഴിച്ചത് 25/4/2011. 25 അവിടെയും വന്നു. ഈ 7 അവിടെ കൊണ്ടാക്കും. ഇന്നാൾ ഏതോ ഒരു ബുദ്ധിമാൻ, ഒരു ജീനിയസ് പാർട്ടി പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലുമുള്ള വിഷയങ്ങളൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് വന്ന് പറയുകയാണെന്ന്. ഇത് യാദൃച്ഛികതയാണോ? അതെ, ഇവിടെയുള്ള കാര്യങ്ങൾ പെറുക്കിയെടുക്കുന്നു. ഇതാണ് ന്യൂമറോളജിയിലെ ഗവേഷണമാണ്. ഞാൻ വെറും ഒരു ന്യൂമറോളജിസ്റ്റ് അല്ല, ഗവേഷണം തന്നെ ചെയ്യുകയാണ്, പഠിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യമേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം വിമർശനത്തിനായിട്ട് വരാനായിട്ട്. ഇതിൽ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. അതെ,
എല്ലാവരും മറിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ആർക്കും അറിയില്ലാത്ത പല പല കാര്യങ്ങളും ചരിത്ര സംഭവങ്ങൾ വരെ ഞാൻ പൊക്കിയെടുത്തിട്ട് വരുന്നു ന്യൂമറോളജിയിലൂടെ. അത് തെളിവുൾപ്പെടെയാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആ യൂട്യൂബറിൻ്റെ വായി തോന്നുന്നു, മനസ്സിൽ തോന്നുന്നു എല്ലാം വിളിച്ച് പറയാം. ഈ പഴയ കാലത്തെ ചായക്കടയിലൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. തനി നാടൻ ചായക്കടയിൽ ചേട്ടന്മാരെല്ലാം കൂടും, കാരണന്മാരെല്ലാം കൂടി കൂടും. ഏതെങ്കിലും ആ ചായക്കടക്കാരന് ഇഷ്ടമുള്ള പത്രം വരുത്തും. പിന്നെ ചില ബുദ്ധിമാന്മാരായ പത്രക്കാരന് ചായക്കടക്കാരിൽ 2 പത്രം വരുത്തും, അവിടെ വരുന്ന ആൾക്കാരുടെ ടേസ്റ്റ് അനുസരിച്ചുകൊണ്ട് വായിക്കാനായിട്ട്. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ്. ലോകം മുഴുവൻ ആ പത്രത്തെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. വായി തോന്നുന്നതെല്ലാം പറയും. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് മോഡേണാണ് ഈ യൂട്യൂബ്. യൂട്യൂബിൽ എന്തും പറയാം, അവനവൻ്റെ ഇഷ്ടം. അത് കാണുന്നവരുടെ വിചാരം എന്നാ ശരിയാണെന്ന്. പക്ഷേ അതിൽ ചില ആൾക്കാർ ആധികാരികമായി പഠിച്ചവരാണ്. പക്ഷേ നമ്മളിത് സയൻസാണ്, എല്ലാം തെളിവുൾപ്പെടെയാണ് ഇവിടെ നിരത്തി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ ഈ തെളിവല്ലെന്ന്. അദ്ദേഹം ജനിച്ച 16-ാം തീയതിയല്ലേ, വിവാഹം കഴിച്ച് 25-ല്ലേ. ആ നെഗറ്റീവ് ഡേ ആയിരുന്നു. പിന്നെ നെഗറ്റീവ് ഡേയെ പറ്റി നിങ്ങൾക്കറിയില്ല, അതെനിക്ക് അറിയാവുള്ളൂ. അതങ്ങനെ പെട്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ഡിഫറൻറ്റ് കാൽക്കുലേഷനാണ്. ഇദ്ദേഹം വിവാഹം കഴിച്ചത് സുപ്രിയ മേനോൻ. ഈയിടെ സാധാരണഗതിയിൽ ഈ സിനിമയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുടുംബക്കാരും കമൻറ്റ് ചെയ്യാറില്ല, ഭാര്യയോ മക്കളോ ഒന്നും പൊതുവേ കമൻറ്റ് ചെയ്യാറില്ല. പിന്നെ മല്ലിക സുകുമാരൻ പിന്നെ അവർ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്കും ഇഷ്ടമാണ് അവരുടെ ഓരോരോ സംഭാഷണങ്ങളൊക്കെ കേൾക്കാനായിട്ട്. ഒരുതരം രസമല്ലേ കേൾക്കാനായിട്ട്. അപ്പോൾ ഈ സുപ്രിയ മേനോൻ പറഞ്ഞത് എന്താ, ആളറിഞ്ഞ് കളിക്കിടുക എന്നുള്ളൊരു വാക്ക് വന്നു. അപ്പോൾ അതും ചെറുപ്പക്കാരുടെ ഇടയിൽ വളരെ അമർഷമുണ്ടായി. അവർക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതല്ല, അത് അവരുടെ ഭർത്താവിന് സുരക്ഷിതത്വം കൊടുക്കുകയും സപ്പോർട്ട് കൊടുക്കുകയും അവരുടെ പിന്നിൽ മറ്റൊരു ബലമായ ശക്തിയുണ്ട്. ആ ശക്തിയുടെ പിൻബലത്തിലാണ് അവരെങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇവരുടെ പേര് എന്താണ്, സുപ്രിയ മേനോൻ എന്നാണെങ്കിൽ സുപ്രിയ 7 ലെറ്റേഴ്സ് ഉള്ളത്, 7 അവരെ അവിടെ കൊണ്ടു കൊടുത്തു. സുപ്രിയയുടെ വാല്യൂ എത്രയാണ്, 22. ധാർഷ്ട്യം, രാഹു, അഹങ്കാരം ഉണ്ട്. ഈ 4 പ്രത്യേകതയുണ്ട് കേട്ടോ. അതേതാ, 2 ആണ്, 22 അവരുടെ വാല്യൂ. 2ഉം 2ഉം ചേർന്നപ്പോൾ 4ലേക്ക് കയറി, അവിടെ ശക്തി കയറി. അതാണ് അവർ അങ്ങനെ പബ്ലിക്കിനെ അങ്ങനെ വെല്ലുവിളിക്കാവോ. ഒരു പത്രപ്രവർത്തകയല്ലേ, പക്വത വേണ്ടേ. വെറും ഒരു തികച്ച ഒരു അക്ഷരാഭ്യാസമില്ലാത്ത മറ്റുള്ള പ്രായോഗികജ്ഞാനമില്ലാത്ത പെൺകുട്ടിയല്ലല്ലോ. അതാ 22ൻ്റെ ധാർഷ്ട്യവും 7 അവരെ കൊണ്ട് കളയുകയും ചെയ്യും. ഇതോടുകൂടി അവർ വീണ്ടും ശത്രുക്കളെ നേടിയെടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേര്, പൃഥ്വിരാജിൻ്റെ പേര് രാജു എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുടുംബത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് വിളിക്കത്തില്ല, അത് ഒഫീഷ്യൽ നെയിമാണ്. രാജു എന്ന പേരിനകത്ത് 4 ലെറ്റേഴ്സ്, സുപ്രിയയ്ക്ക് 7 ലെറ്റേഴ്സ്, 7 4 11, 2ഉം അതിൻ്റെ ശ്രേണിയാണ് 11. രാജുവിൽ RAJU, അതിനകത്ത് വാല്യൂ 10, 2 1 3 1 4 6 10. സുപ്രിയ മേനോൻ്റെ 22. സുപ്രിയ മേനോൻ്റെ പേരിൻ്റെ വാല്യൂ ആയി 22ഉം രാജുവിൻ്റെ പേരിൻ്റെ വാല്യൂ ആയി 10ഉം കൂടി ചേർന്നപ്പോൾ 32ആയി. അത് സാമ്പത്തികമായിട്ടൊക്കെ വലിയ കുഴപ്പമില്ല, മെച്ചമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമോ 14, 7 4 11, 11ഉം 32 കൂടി ചേരുമ്പോൾ, അതായത് വീണ്ടും പറയുന്നു, സുപ്രിയയുടെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 7ഉം രാജു, പൃഥ്വിരാജിൻ്റെ വീട്ടിലെ പേര് രാജു എന്നാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് എപ്പോഴും അങ്ങനെയല്ലേ വിളിക്കുള്ളൂ, വീട്ടിലെ പേരല്ലേ വിളിക്കുള്ളൂ. അപ്പോൾ രാജു എന്ന പേരും കൂടി അപ്പോൾ 11ആയി. വാല്യൂ ആയ 22, സുപ്രിയയുടെ 22ഉം രാജുവിൻ്റെ 10ഉം കൂടി ചേർന്നപ്പോൾ 32, 32ഉം 11ഉം കൂടി ചേർന്നപ്പോൾ 32 10 42 43 അവിടെ കൊണ്ട് കൊടുത്തിരിക്കുക. അതാണ് ഈ സംഭവം. ഇതാണ് 7 നമ്മളെ തുടർന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിനെ ഇറക്കി വിടാൻ വലിയ പ്രയാസമാണ്. പിന്നെ ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് എന്താ, കുറച്ച് കൺട്രോൾ ചെയ്യുക, ദൈവികമായ രീതിയിൽ മാറുക, ചാരിറ്റിയൊക്കെ ചെയ്യുക, മറ്റുള്ളവരെ പറ്റി കുറ്റം പറയാതിരിക്കുക, പിന്നെ പേരിൽ ഭേദഗതി ചെയ്യുക. ഇനി ഒരു തികച്ചും പേഴ്സണൽ കാര്യമാണ്, എന്നാൽ പോലും പറയാം, ഒരു ന്യൂമറോളജിസ്റ്റിന് പറയാമല്ലോ. ഈ പൃഥ്വിരാജ് സുകുമാരൻ ജനിച്ചത് 16/10/1982. 1982 എന്ന് പറഞ്ഞാൽ അവരുടെ അനിമൽ ഡോഗാണ്. ഡോഗ് ഇയറിൽ ജനിച്ച വ്യക്തി, ഡോഗ് 82 ഡോഗ്. സുപ്രിയ മേനോൻ ജനിച്ച ഡേറ്റ് 31/7/1985. ഇവർ ജനിച്ച ഡേറ്റ് 31ആണ്. അവരുടെ പേരിൽ വാല്യൂ 22ആണ്, 4ആണ്. 4ൻ്റെ അമിതമായ സാന്നിധ്യമാണ് അവരെ ഒരു ധിക്കാരിയായിട്ട്. അവർ പണ്ടും ഇങ്ങനെ എന്തോ ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു, ധിക്കാരത്തോടു കൂടി പറഞ്ഞത്. മറ്റുള്ളവനൊക്കെ ആ പോടാ എന്നുള്ള രീതിയിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തത്, മറ്റുള്ളവരുടെ അറിവിനെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ. കാരണം 31 22 വന്നതിൻ്റെ പേരിൽ. അപ്പം നിങ്ങളുടെ പേര് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സമൂഹത്തെ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്വന്തം ലൈഫ്, കുടുംബപരമായ ലൈഫ് നന്നാക്കിയെടുക്കാം. ധാർഷ്ട്യം കുറയ്ക്കണം.
31/7/85 ജനിച്ച ഇവർ ഓക്സ് ഇയറിലാണ് ജനിച്ചത്. രാജു ഭർത്താവ് ജനിച്ചതോ ഡോഗ് ഇയറിൽ. ഡോഗ് ഇയറിൽ ജനിച്ച ആൾ ഓക്സ് ഇയറിൽ ജനിച്ച വ്യക്തിയെ വിവാഹം കഴിച്ചാൽ അല്പം ദൂഷ്യം ഉണ്ടാകും. തൽക്കാലമൊക്കെ ഇപ്പോൾ കുറച്ച് നാളിലേ ആയുള്ളൂ. 2011 വിവാഹം കഴിച്ചത്, 14 വർഷമല്ലേ ഉള്ളൂ. ഇത് ഭാവിയിൽ അതിപ്പോഴേ ഞാൻ പറയുന്നില്ല, പറയുന്നതിന് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ ചീത്ത വിളിച്ചുകൊണ്ട് വരും. നമ്മൾ പറയുന്നത് ന്യൂമറോളജിയുടെ കണക്കാണ്. ഭാവിയിൽ അവർ ദൂഷ്യം ചെയ്യും. ഒരുപക്ഷെ പൃഥ്വിരാജോ ഈ സുപ്രിയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അയച്ചു കൊടുത്താൽ അവരിത് അറിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഭാവി ജീവിതം അവരുടെ അല്പം ഇരുളടഞ്ഞാകാനാണ് സാധ്യത. സമ്പത്ത് മാത്രമല്ലല്ലോ കാര്യം. ഓക്കെ, താങ്ക് യു. കമൻറ്റൊക്കെ എഴുതാം കേട്ടോ, മാന്യമായ രീതിയിലൊക്കെ എഴുതൂ, സംശയത്തിൻ്റെ പേരിൽ എഴുതൂ. അല്ലാതെ നിങ്ങൾ വെറുതെ രാഷ്ട്രീയത്തിൻ്റെ കളിയായിട്ടൊന്നും ഈ ചാനലിൽ വന്ന് സംസാരിക്കരുത് ദയവായിട്ട്. പിന്നെ പേര് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുക. ഒളിച്ചും പാത്തും മറ്റുള്ള പേരിട്ടുകൊണ്ടൊന്നും വന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, താങ്ക് യു.